ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മിക്സഡ് മെഴുക്ക് വരട്ടി. മിക്സഡ് മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ കഷ്ണത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ആദ്യം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക. കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങുക. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവവും നല്ല കളർഫുള്ളും അതുപോലെ തന്നെ നല്ല രുചിയുമുള്ള ഒരു വിഭവമാണ് മിക്സഡ് മെഴുക്ക് വരട്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന മറ്റൊരു റെസിപ്പിയാണ് വെണ്ടയ്ക്ക തോരൻ. ആദ്യം വെണ്ടയ്ക്ക വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. വെണ്ടയ്ക്ക തോരൻ ആവശ്യമായ മറ്റു സാധനങ്ങളാണ് സവാള, പച്ചമുളക്, തേങ്ങ എന്നിവ. ആദ്യം കടുക് പൊട്ടി കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്യുക. ഇവ രണ്ടും അല്പം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ അല്പം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വെണ്ടയ്ക്ക ഒന്ന് വാടിക്കഴിയുമ്പോൾ അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക തോരൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന മറ്റൊരു വിഭവം മോര് കറി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അല്പം ജീരകവും കൂടി ചേർക്കുക. ജീരകമില്ലെങ്കിൽ കറി വെക്കുമ്പോൾ ജീരകപ്പൊടി ചേർത്താലും മതി. അതിലേക്ക് വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, എന്നിവയും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. മോര് കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് വാങ്ങി വെക്കാവുന്നതാണ്. മോര് കറി നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രം അതിലേക്ക് ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മോര് കറി റെഡി.